ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു ഏഗൽ ലേണിംഗ്. ഞാൻ നിങ്ങളുടെ സ്വന്തം ഫസൽ സാർ. സോഷ്യൽ സയൻസിൽ A+ മേടിക്കണ്ടേ? അപ്പോൾ A+ മേടിക്കാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് എലമെന്റ്സ് ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. വീഡിയോ അവസാനം വരെ കാണാൻ എന്തായാലും നിങ്ങൾക്ക് ഇത് ഉപകാരപ്രദമാകും, അതിലൊരു സംശയവും വേണ്ട. ഇതിൽ നിന്ന് ചോദ്യങ്ങളുണ്ട്, 100% ഉറപ്പാണ്. അവസാനം വരെ കാണാം. അപ്പോൾ നിങ്ങൾ ഡിമാൻഡ് ചെയ്ത പ്രകാരം മാപ്പ് മാർക്കിംഗ് എന്ന് പറഞ്ഞ ഭാഗം ഉണ്ടല്ലോ, നമ്മുടെ ഭൂപടത്തിൽ അടയാളപ്പെടുത്തുക, അതുണ്ട്. ടൈം കാൽക്കുലേഷൻ ഉണ്ട്, ഗ്രിഡ് റെഫറൻസ് ഉണ്ട്. ഇതൊക്കെ ഞാൻ പെട്ടെന്ന് ഒരു ചെറിയ വീഡിയോയിലൂടെ മൊത്തം ഞാനിപ്പം പഠിപ്പിക്കാൻ പോവാണ്. അവസാനം വരെ കാണാം. ഇതിന്റെ ബാക്കിയായിട്ട് നമുക്ക് മാരത്തോണിൽ കാണണം, കണ്ടിരിക്കണം, മസ്റ്റായിട്ട് കാണണം. അതും കൂടെ കണ്ടാൽ നിങ്ങൾക്ക് A+ അല്ല ഫുള്ള് തന്നെ അടിക്കാൻ പറ്റും. ഫുൾ മാർക്ക് നിങ്ങൾക്ക് ഉറപ്പ് വരികയാണ്. A+ മിനിമം ആണ്, എന്തായാലും ഫുൾ മാർക്ക് അടിക്കാൻ പറ്റും. ഇത് എന്റെയും അജ്സൽ സാറിന്റെയും ഗ്യാരണ്ടിയാണ്, അതിലൊരു സംശയം വേണ്ട. നമുക്ക് നേരെ സെഷനിലേക്ക് പോകാം. മാപ്പ് മാർക്കിംഗ് ഇങ്ങനെയാണ് ചോദ്യം വരിക. ഭൂപടത്തിൽ അടയാളപ്പെടുത്താൻ വേണ്ടി തന്നിരിക്കുന്ന 4 ഫീച്ചേഴ്സ്, 4 മാർക്കിന്റെ ചോദ്യമാണ്. എത്ര മാർക്കാണ്? 4 മാർക്ക്. ഈ 4 മാർക്കിന്റെ ചോദ്യമായിട്ടാണ് നമുക്ക് വരുന്നത്. ഇവിടെ നമുക്ക് ആദ്യം തന്നത് കണ്ലയാണ്. കണ്ല എന്ന് പറഞ്ഞാൽ ഒരു തുറമുഖമാണ്, പോർട്ടാണ്. ഇത് മാർക്ക് ചെയ്യാൻ ഞാനൊരു എളുപ്പപ്പണി പറഞ്ഞിരുന്നു. കണ്ടില്ല എന്ന് ആലോചിക്കാം. കണ്ടില്ലെങ്കിൽ കാണാതിരിക്കാൻ വേണ്ടി ഒളിച്ചിരിക്കുന്ന ഭാഗം ഗുജറാത്തിന്റെ ഈ സിംഹത്തലക്കകത്താണ്. അപ്പോൾ ഒളിച്ചിരിക്കുന്ന ആളാണ് കണ്ല. മറ്റ് പോർട്ടുകൾ ഏതൊക്കെയെന്നൊക്കെ ഞാൻ പറയും. വെയിറ്റ് ആൻഡ് സീ. ഇങ്ങനെയാണ് മാർക്ക് ചെയ്യേണ്ടത്. അപ്പം ഞാനത് ഇതിങ്ങനെ ഡോട്ട് ഇട്ടിട്ട് A എന്ന് എഴുതിയാൽ മാത്രം പോരാ. അതിൻ്റെ കൂടെ നമുക്ക് എന്തും കൂടെ എഴുതാം. കണ്ല എന്നൊന്ന് എഴുതി കൊടുക്കാം. കണ്ടില ഒന്ന് എഴുതി കൊടുക്കുക. അതാണ് അതിൻ്റെ ഒരു ഭംഗി. അന്ന് എഴുതി കൊടുക്കണം കേട്ടോ. ഈസ്റ്റേൺ ഘട്ട് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയായിരിക്കും, പൂർവ്വഘട്ടം എന്നാണ് ഇതിനെ മലയാളത്തിൽ പറയുന്ന പേര്. നിങ്ങൾക്കറിയാം, ഇവിടെ ബേ ഓഫ് ബംഗാൾ ഉണ്ട്, ബംഗാൾ ഉൾക്കടലുണ്ട്. ഈ ബംഗാൾ ഉൾക്കടലിന് സമാന്തരമായിട്ട് പാരലലായിട്ട് കാണപ്പെടുന്ന റേഞ്ചാണ് നമ്മുടെ ഈസ്റ്റേൺ ഘട്ട് എന്ന് പറയുന്നത്. ഇവിടെ എങ്ങനെ പാരലലായിട്ട് കാണുന്ന ഈ റേഞ്ചാണ് ഈസ്റ്റേൺ ഘട്ട്. ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ ഞാൻ B എന്നിട്ടിട്ട് ഞാൻ എന്ത് എഴുതാണ്? ഈസ്റ്റേൺ ഘട്ട്, പൂർവ്വഘട്ടം എന്ന് ഞാൻ എഴുതാണ്. ഓക്കെ, പൂർവ്വഘട്ടം, ഈസ്റ്റേൺ ഗാർഡ്സ്. ഓക്കെ, സെറ്റ്. എയും ബിയും ആയേ. ദെൻ അടുത്തത് മാൾവ പ്ലാറ്റ്യൂ ആണ്. മാൾവ പ്ലാറ്റ്യൂ മാർക്ക് ചെയ്യാൻ ഞാൻ വേറൊരു എളുപ്പമാർഗം പറഞ്ഞിരുന്നു, ഓർമ്മയുണ്ടായിരിക്കും. നമ്മുടെ ഏഗണിന്റെ സ്ഥിരം ലൈവുകൾ, ഫസിൽ സാറിന്റെ ക്ലാസ് കാണുന്നവർക്ക് ഉറപ്പായാലും അറിയാവുന്ന ഒരു കാര്യമാണ്. എളുപ്പം ഷോർട്ട് കട്ടുകൾ ഒരുപാട് പഠിപ്പിച്ചിട്ടുണ്ട്. അതിലൊരു ഷോർട്ട് കട്ട് ഉണ്ടായിരുന്നു. നമുക്ക് ഇന്ത്യയുടെ സെന്ററിലുള്ള മൗണ്ടൈൻ റേഞ്ച് വിന്ധ്യ സത്പുരയാണെന്നറിയാം. വിന്ധ്യ സത്പുരയുടെ മുകൾ ഭാഗത്താണ്, അല്ലെങ്കിൽ വിന്ധ്യ സത്പുരയുടെ മുകൾ ഭാഗത്തായിട്ടാണ് ആരുള്ളത്? മാൾവ പ്ലാറ്റ്യൂ ഉള്ളത്. ഏത് പ്ലാറ്റ്യൂ ആണ്? മാൾവ പ്ലാറ്റ്യൂ. ഓക്കെ, അപ്പൊ ഞാൻ കണ്ല ഒന്ന് മാറ്റി വരച്ചിട്ട്, യെസ്, കണ്ല നമ്മുടെ എഴുതുന്നുണ്ട്, കണ്ല എന്ന് എഴുതുന്നുണ്ട്, കണ്ല. ഓക്കെ, കണ്ല കിട്ടി. യെസ്, ഇനി മാൾവ പ്ലാറ്റ്യൂ വിന്ധ്യ സത്പുരയുടെ മുകൾ ഭാഗത്തായിട്ട് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? മാൾവ പ്ലാറ്റ്യൂ, MP എന്നിട്ടുണ്ട്, സി മാൾവ പ്ലാറ്റ്യൂ. കണ്ല. ഓക്കെ, അതും ശരി, കിട്ടി. ഇനി അടുത്തത് മഹാനദിയാണ്. മഹാനദി മാർക്ക് ചെയ്യണേ. നിങ്ങൾക്കറിയാം, MGKK എന്നുള്ള കോഡ് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. MGKK. ഓക്കെ, അതിന് വേറെ ഷോർട്ട് കട്ടൊക്കെ ഞാൻ പിന്നെ പറഞ്ഞ രാത്രി ലൈവിൽ പറയും കേട്ടോ. ഓക്കെ, യെസ്, M മഹാനദിയാണ്, G ഗോദാവരിയാണ്, K കൃഷ്ണയാണ്, അടുത്ത K കാവേരിയാണ്. ഇത് കണ്ടെത്താൻ എളുപ്പമാർഗം പറഞ്ഞിരുന്നു. ബേ ഓഫ് ബംഗാളിന്റെ കോസ്റ്റിലെ പുറത്തോട്ട് തള്ളി നിൽക്കുന്ന ഭാഗങ്ങൾ പിടിക്കുക. തള്ളിവിട്. ഇവിടെ ഒന്നുണ്ട്, ആദ്യത്തതൊന്ന്, പിന്നെ ഇവിടെ 2 ഉണ്ട്, ഈ വളവിലായിട്ട് 2 ഉണ്ട്. ഓക്കെ, അപ്പൊ ഈ ആദ്യത്തെ ഒന്നിലേക്കുള്ള ഒരു വര, ആദ്യത്തെ ഈ തള്ളലിലേക്കുള്ള ഒരു വരയുണ്ട്, ഒരു വര. ഈ വരയാണ് എന്തെന്നുള്ളത്? മഹാനദി. M എന്നുള്ളത് മഹാനദി. ജസ്റ്റ് ഒരു ലൈൻ ഇട്ടാൽ മതി. ഇതാണ് മഹാനദി. ഓക്കെ, ഇതാണ് D. യെസ്, ഉത്തരവായി. ഇത്രയുള്ളൂ വേണ്ടേ? അപ്പൊ സാർ ബാക്കിയുള്ളതൊക്കെ ഒന്ന് മാർക്ക് ചെയ്യണ്ടേ? ബാക്കിയുള്ളതൊക്കെ ഞാൻ മാർക്ക് ചെയ്ത് കാണിച്ചു കേട്ടോ പെട്ടെന്ന് തന്നെ. ഇതുപോലൊന്നും ഒന്നും കൂടെ അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. പാരദ്വീപ് മാർക്ക് ചെയ്യാൻ പറഞ്ഞു. പാരദ്വീപ്. മഹാനദി നമ്മൾ മാർക്ക് ചെയ്തിരുന്നു. മഹാനദി എൻ്റെ ഈ ഒരു ഭാഗമാണ്. മഹാനദി എവിടെയാണ് വന്നു ചേരുന്നത്? ഇവിടെയാണ് എന്തുള്ളത്? നമ്മുടെ പാരദ്വീപ് ഉള്ളത്. പാരദ്വീപ്. ഇതാണ് പാരദ്വീപ്. ഓക്കെ, യെസ്. അപ്പൊ സാറേ, ഇവിടെ നമ്മുടെ കൃഷ്ണയുണ്ട്, ഇത് ഗോദാവരിയാണ്, ഇത് കൃഷ്ണയാണ്. ഇത് ഗോദാവരി, ഇത് കൃഷ്ണയാണ്. അപ്പൊ ഗോദാവരിയും കൃഷ്ണയും നമ്മൾ മാർക്ക് ചെയ്യുന്ന ഇവിടെ ഏതെങ്കിലും ഉണ്ടോ? ഇവിടെ ഒരാളുണ്ട്. ഇവിടെ ഉള്ളതാണ് വിശാഖപട്ടണം എന്ന് നമ്മൾ പറയും. ഓക്കെ സാർ, ഇവിടെ നമുക്കൊരു റിവർ ഉണ്ടല്ലോ, ആ റിവറിന്റെ പേര് ഇത് M ആണ്, മഹാനദി, MGKK, കാവേരിയാണ്. കാവേരിയുടെ താഴെയായിട്ട് തൂത്തുവാരുക എന്ന് ആലോചിക്കാം. തൂത്തുവാരുക. ഓക്കെ, തൂത്തുവാരുക. അപ്പൊ തൂത്തുകുടി, തൂത്തുകോറിൻ എന്ന് നമ്മൾ പറയും. തൂത്തുകോറിൻ ആലോചിക്കുക. തൂത്തുവാരുന്നത് ഏറ്റവും താഴെയാണ്. അപ്പൊ ഏറ്റവും താഴെയായിട്ട് തൂത്തുകുടി.
തൂത്തുവാരുന്നത് തൂത്തുക്കുടി. ഓക്കെ, ഏറ്റവും താഴെ. യെസ്, നമ്മുടെ കാവേരിയുടെ തൊട്ട് മുകളിലായിട്ടൊരു പോർട്ട് ഉണ്ട്, അതാണ് നമ്മുടെ ചെന്നൈ എന്നുള്ളത്. ഇങ്ങനെ റിവറും പോർട്ടും കൂടെ ഒരുമിച്ച് പഠിച്ചാൽ മതി. നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത് ഇത് ഏതായിരുന്നു അറിയാലോ? കണ്ടില്ല. സർ, ഈ വെസ്റ്റ് കോസ്റ്റിലുള്ളത് എങ്ങനെ നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റുക? അതൊരു 4 ഡോട്ടിലൂടെ നമുക്ക് മാർക്ക് ചെയ്യാം. ഈക്വൽ ഡിസ്റ്റൻസിൽ 4 ഡോട്ട് ഇട്ടിട്ട് നിങ്ങൾ ആദ്യത്തെ ഡോട്ടിന് MN കൊടുക്കാം, രണ്ടാമത്തെ കുത്തിന് നമ്മൾ MG എന്ന് കൊടുത്തു, മൂന്നാമത്തിന് നമ്മൾ MGL എന്ന് കൊടുത്തു. സാർ, ഏറ്റവും അടിയിലുള്ളതിന് എന്ത് കൊടുക്കണം? ഒന്നും കൊടുക്കണ്ട. ഇത് നമ്മുടെ കേരളത്തിലാണ് വരുന്നത്, കേരളത്തിലുള്ളതിന് K എന്ന് കൊടുത്താൽ മതി. അതാണ് നമ്മുടെ കൊച്ചി. ഓക്കെ, MGL മംഗലാപുരം, മാംഗ്ലൂരാണ് MGL. MG എന്നുള്ളത് മർമഗോവയാണ്, മർമഗോവ. അപ്പോൾ MN എന്താ? MN എന്നുള്ളത് നമ്മുടെ മഹാരാഷ്ട്രയിലാണ് ഈ ഡോട്ട് വരുന്നത്. മഹാരാഷ്ട്രയിൽ 2 പോർട്ട് ഉണ്ട്, മുംബൈയും നവശേവയും, മുംബൈ ആൻഡ് നവശേവ. അപ്പം MNMG MGL, MNMG MGL എന്ന് പഠിച്ചാൽ ഉത്തരം കിട്ടി. MNMG MGL. ഓക്കെ, ഏറ്റവും താഴെയായിട്ട് K ഉണ്ട്, നമ്മുടെ കൊച്ചി ഉണ്ട്. MN ആണ് മുകളിൽ, മുംബൈ നവശേവ. തൊട്ട് താഴെ ആരുണ്ട്? ഗോവയുണ്ട്, മർമഗോവ. അതിന് താഴെയായിട്ട് മംഗലാപുരം, മാംഗ്ലൂർ. ഇത്രയുള്ളൂ. ഇതാണ് നമ്മുടെ പോർട്ടുകൾ എന്ന് പറയുന്നത്. അപ്പോൾ സാർ, മൗണ്ടെയിൻസോ? ഇവിടെ രാജസ്ഥാനിൽ എങ്ങനെ ഒരു ലൈൻ ഇട്ടാൽ അതാണ് ആരവല്ലി എന്ന് പറയുന്നത്. അറേബ്യൻ സീക്ക് പാരലായിട്ട് ലൈൻ ഇട്ടാലാണ് വെസ്റ്റേൺ ഘട്ട്, പശ്ചിമഘട്ടം എന്ന് പറയുന്നത്. നമ്മുടെ കാശ്മീരിലൊരു ലൈൻ ഇട്ടാൽ അതിനെ നമുക്ക് കാരക്കോറം എന്ന് പറയാം. ഇത് പറയാം കാരക്കോറം. അതുപോലെ നമുക്ക് പറയാൻ പറ്റുന്ന അതിന് തന്നെ വേറെ പേര് പറയാം, ലഡാക്ക് എന്ന് പറയാം. അതുപോലെ സസ്കർ. 3നും കൂടെ ഒരു ലൈൻ മതി, 3ആക്കും കൂടെ ഒരു രേഖ, ഒരു ലൈൻ മതി. മനസ്സിലായല്ലോ? ഓക്കെ, ഇവിടെ ഒരു ലൈൻ ഇട്ട് അതിനർത്ഥം കാരക്കോറുമാണ്, ഇത് ലഡാക്കാണ്, സസ്കറാണ്. ഓക്കെ, യെസ്. ഇവിടെ നമുക്ക് ഇന്ത്യയുടെ ഈ ഒരു ബൗണ്ടറിയിലൂടെ നമ്മളൊരു ലൈൻ ഇടാം. ഇന്ത്യയുടെ അതിർത്തിയിൽ ഒരു ലൈൻ ഇട്ടാൽ ഇത് തന്നെയാണ് ഹിമാദ്രി, ഇത് തന്നെയാണ് ഹിമാചൽ, ഇത് തന്നെയാണ് ശിവാലിക്. അതിനർത്ഥം നിങ്ങളോട് ഇപ്പോൾ ഇതിനിപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ, നിങ്ങളോട് ശിവാലിക് ചോദിച്ചല്ലോ ഒരാൾ ഇവിടെ എങ്ങനെ ലൈൻ ഇട്ട്, ശരിയാണത്, ശിവാലിക്കാണ്. ഒരാളോട് ഹിമാചൽ ചോദിച്ചും അയാൾ ഇതാ ഇവിടെ എങ്ങനെ ലൈൻ ഇട്ട്, അത് ശരിയാണ്. ഒരാളുടെ ഹിമാദ്രി ചോദിച്ചു അയാൾ ഇതാ ഇവിടെ എങ്ങനെ ലൈൻ ഇട്ട്, അത് ശരിയാണ്. അത്രേ ഉള്ളൂ കാര്യം. അപ്പോൾ ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക് ചോദിച്ചാലും ഇന്ത്യയുടെ അതിർത്തി ഭാഗത്തായിട്ട് ഒരു ലൈൻ ഇട്ടാൽ അത് മതി എന്നാണ് അർത്ഥം. ഇനി നമുക്ക് ഇവിടെ ഈസ്റ്റേൺ ഐലാൻഡിൽ പട്കായ് ഭൂമി, നാഗാ ഹിൽസ്, മിസോ ഹിൽസ് ഉണ്ട്. ഞാനതിനെ കോഡായിട്ട് പറഞ്ഞത് PNM എന്നാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആലോചിക്കാൻ വേറെ കോഡ് ഉണ്ട്, ഞാൻ ഓഫ്ലൈൻ ക്ലാസ്സിലൊക്കെ പറയുന്നത്. അത് ഓഫ്ലൈനിലുള്ളവരൊക്കെ എന്നെ കണ്ടവരൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് ആലോചിച്ചാൽ മതി. ഓക്കെ, PNM. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ട കാര്യം, അതാരും കമൻറ്റ് ബോക്സിലൊന്നും ദയവ് ഇത് പറയരുത് കേട്ടോ, മോശമാണ്. ഈ PNM നമുക്ക് കണ്ടെത്താൻ നമുക്കൊരു മൂന്ന് എന്താ പറയുക പീസാക്കി മാറ്റിയിട്ട് താഴെയുള്ള പീസിനെ ഞാൻ M എന്ന് കൊടുത്തു. എന്താ കൊടുത്തത്? M എന്ന് കൊടുത്തു. നടുവത്തെ പീസിന് N എന്ന് കൊടുത്തു, മേലത്തെ പീസിന് ഞാൻ P എന്ന് കൊടുത്തു. PNM. P പട്കായ് ഭൂം, N നാഗാ ഹിൽസ്, ഏറ്റവും താഴെയുള്ളത് മിസോ ഹിൽസ്. ഇങ്ങനെ ഓരോ ലൈനായിട്ട് മാർക്ക് ചെയ്താൽ മതി, എളുപ്പമാണ്. ഈസ്റ്റ് ഭാഗത്തായിട്ട് വരെയിട്ട് നമുക്ക് ഈസ്റ്റേൺ ഹൈലാൻഡ്, പൂർവാഞ്ചൽ നമുക്ക് കിട്ടും. ഓക്കെ, യെസ്. ഇന്ത്യയുടെ സെൻറ്റർ ഭാഗത്തായിട്ട് VS കിട്ടി, VS. ഓക്കെ, യെസ്. ഇനി വേറൊന്നും നിങ്ങൾക്ക് അറിയാലോ, നമ്മുടെ വിന്ധ്യ സത്പുരയുടെ താഴെ ഭാഗത്തായിട്ട് നമുക്ക് ഒരു ഷെയ്ഡ് കൊടുത്താൽ അതിനെ നമുക്ക് DP എന്ന് പറയാൻ പറ്റും. DP, ഡെക്കാൻ പീഠഭൂമി, ഡെക്കാൻ പ്ലാറ്റ്യൂ, ഡൗൺ ഡെക്കാൻ എന്നാണ് ആ കോഡ്. ഡൗൺ ഡെക്കാൻ. ഇതാ മുകൾ ഭാഗത്ത് മുകളിൽ മാൾവ എന്നൊക്കെ പറയും. ഈ മാപ്പ് മാർക്കിങ്ങിൽ ഇത്രേ ചോദിക്കാനുള്ള, കൂടുതലായിട്ടൊന്നും ചോദിക്കാനില്ല. ഇനി കോസ്റ്റൽ പ്ലെയിൻസും കൂടെ ഉണ്ട്. കോസ്റ്റൽ പ്ലെയിൻസ് ഇവിടെ നമ്മുടെ കച്ച് ഉണ്ട് കേട്ടോ, കച്ച് ഉണ്ട്, കത്തിയവാറുണ്ട്. ഇതേതാണ്? കച്ച്. താഴത്തത് കത്തിയവാർ. ഇത് നമ്മുടെ പ്ലാറ്റ്യൂ ആണ് കേട്ടോ. ഓക്കെ, പ്ലാറ്റ്യൂ ആണ്. ഇനി കോസ്റ്റൽ പ്ലെയിൻസ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് എങ്ങനെ എടുക്കാന്ന് വെച്ചാൽ ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ, യെസ്, ശ്രദ്ധിക്കണം. നോക്കൂ, ആ ഒരു പ്ലാറ്റ്യൂം കൂടെ ഞാൻ വിട്ടിട്ടുണ്ട്, അത് ജസ്റ്റ് നോക്കാം. ഇത് നമ്മുടെ വിന്ധ്യ സത്പുരയാണെങ്കിൽ, ഇവിടെ നമ്മുടെ വിന്ധ്യ സത്പുര ഇതാണെങ്കിൽ ശ്രദ്ധിക്കുക, ഇവിടെ ഒരു പീഠഭൂമി ഉണ്ട്, അതാണ് ചോട്ടാ നാഗ്പൂർ പീഠഭൂമി. ഇവിടുത്തെ നമ്മൾ പറഞ്ഞു മാൾവയാണ്, MP ആണ്. ഇവിടെ നമ്മുടെ എന്തുണ്ട്? ആരവല്ലി ഉണ്ട്, AV ഉണ്ട്. താഴെ ആയിട്ട് ആരുണ്ട്? നമ്മുടെ DP ഉണ്ട്. DP ഏതാ? ഡെക്കാൻ പീഠഭൂമി, ഡെക്കാൻ പ്ലാറ്റ്യൂ. ഇനി കോസ്റ്റൽ പ്ലെയിൻസ് ആണ്. കോസ്റ്റൽ പ്ലെയിൻസ് നമ്മൾ പറയും കോസ്റ്റ് അറിയാലോ, തീരസമതലം. ഗുജറാത്തിന്റെ കോസ്റ്റ് നമ്മൾ പറയുന്ന പേര് ഗുജറാത്ത് തീരം എന്നാണ്. എന്താ പേര് പറയാ? ഗുജറാത്ത് തീരം എന്ന് നമ്മൾ പറയും, ഗുജറാത്ത് കോസ്റ്റ്. ഓക്കെ, ഗുജറാത്ത് GC എന്ന് എഴുതുന്നുണ്ട്, ഗുജറാത്ത് കോസ്റ്റ്. ഇനി രസകരമായ കാര്യം, നമ്മുടെ കേരള കോസ്റ്റ് നമ്മൾ പറയുന്ന പേരാണ് MC, മലബാർ എന്ന് പറയും, മലബാർ തീരം. എളുപ്പത്തിൽ പഠിക്കാം. ഈ മലബാറിൻ്റെയും ഗുജറാത്തിൻ്റെയും ഇടയിലായിട്ട് കാണപ്പെടുന്ന ഈ ഭാഗമാണ് എന്തെന്നുള്ളത് കൊങ്കൺ കോസ്റ്റ്, കൊങ്കൺ തീരം. കൊണകൊണയല്ല, കൊങ്കൺ എന്നാ പറയുക, കൊങ്കൺ. ഓക്കെ, ഈ 3 തീരം കൂടെ നമ്മൾ ചേർത്ത് പറയുന്ന പേരുണ്ട്. ഈ 3 തീരവും കൂടെ നമ്മൾ ഒരുമിച്ച് പറയുന്ന പേരാണ് പടിഞ്ഞാറൻ തീരസമതലം, WC, വെസ്റ്റ് കോസ്റ്റ് എന്ന് പറയും, വെസ്റ്റ് കോസ്റ്റൽ പ്ലെയിൻ. പടിഞ്ഞാറൻ തീരസമതലം എന്ന് പറയും, പടിഞ്ഞാറൻ തീരസമതലം.
പടിഞ്ഞാറൻ തീരം എന്ന് പറയും. ഓക്കെ, അപ്പോൾ കിഴക്കൻ തീരം ചോദിച്ചാലോ? കിഴക്കൻ തീരം ചോദിച്ചാൽ ഇത് മൊത്തം കിഴക്കൻ തീരമാണ്. ഈ കിഴക്കൻ തീരം നമുക്ക് രണ്ടായിട്ട് മുറിക്കാം. താഴെ ഭാഗത്തിന് പറയുന്ന പേര് കോറ മണ്ടൽ എന്ന, മണ്ടനല്ല കേട്ടോ, കോറ മണ്ടൽ എന്ന് പറയും. മുകൾ ഭാഗത്തിന് നോർത്ത് സിർക്കാർ എന്നും പറയും. നോർത്ത് സിർക്കാർ. ഇത്രയേ ഉള്ളൂ കാര്യം. ഓക്കെ, ഇനി 2018 17 എങ്ങാലോ നമ്മളോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, നമ്മുടെ പ്ലെയിൻസിനെ കുറിച്ചിട്ട്, സമതലങ്ങളെ കുറിച്ച് ചോദിച്ചു. അതെങ്ങാനും ചോദിച്ചാൽ സംഭവം ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഈ ഒരു ഭാഗത്തുള്ള ഈ ഒരു സമതലത്തിന് നമ്മൾ പറയുന്ന ഒരു പേരുണ്ട്. ഞാനത് കാണിച്ചു തരാം. ഓക്കെ, ഞാൻ അരവല്ലി ജസ്റ്റ് ഒന്ന് മായ്ക്കുന്നുണ്ട്, ചോട്ടയൊക്കെ ജസ്റ്റ് ഒന്ന് മായ്ക്കുന്നുണ്ട്, സമതലങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, ഈ ഭാഗം ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്താൽ ഇതാണ് നമ്മുടെ മരുസ്ഥലി ബാഗർ എന്ന് പറയും. മരു എന്ന് കേൾക്കുമ്പോൾ തന്നെ രാജസ്ഥാൻ ആലോചിക്കണം. രാജസ്ഥാനിലാണ് അതുള്ളത്. മരുസ്ഥലി ബാഗർ എന്ന് പറഞ്ഞാൽ മരുഭൂമിയിലെ ആ ഒരു സമതലമാണ്. ഓക്കെ, ഇനി ഇവിടെ നമുക്കൊരു സമതലമുണ്ട്. ഈ സമതലം ചെറിയൊരു സമതലമാണ്. പഞ്ചാബ് ഹരിയാന, ഇൻഡസിന്റെ സിന്ധു നദിയുടെ സമതലം. ഓക്കെ, പഞ്ചാബ് ഹരിയാന പ്ലെയിൻ ആണ്. പഞ്ചാബ് ഹരിയാന. യെസ്, അതുപോലെ നമ്മുടെ ഗംഗാ പ്ലെയിൻ ആണ് ഈ ഒരു ഭാഗം മുഴുവനായിട്ടുള്ളത്. ഈ ഒരു ഭാഗം മുഴുവനായിട്ടുള്ളത് ഈ മഞ്ഞ കളറിൽ ഞാനിപ്പോൾ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഭാഗമാണ് ഗംഗാ സമതലം എന്ന് പറയുന്ന ഗംഗാ പ്ലെയിൻ ആണ്. സർ, ഈ ബ്രഹ്മപുത്ര പ്ലെയിൻ എവിടെയാണ്? ഇവിടെ ആസാമിൽ ഈ ഒരു ഭാഗത്താണ് എന്തുള്ളത്? നമ്മുടെ BP ഉള്ളത്. ബ്രഹ്മപുത്ര ഉള്ളത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് പറഞ്ഞോളൂ. ഇതിന് ബാക്കി അഡ്വാൻസ്ഡ് വേർഷനൊക്കെ ഇന്ന് രാത്രി ലൈവിൽ ഉണ്ടായിരിക്കും. എല്ലാവരും ഇങ്ങോട്ട് പോരാ, ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യാനുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഫുൾ ഔട്ട് ഓഫ് ഫുൾ വേണമെങ്കിൽ ഇങ്ങോട്ട് പോരാ. ഇത് തന്നെ ഒരൊറ്റ സൊല്യൂഷൻ ഉള്ളൂ. ഇതൊരു വാക്കെന്ന് പറഞ്ഞാൽ 1.5 വാക്കാണ്. ഇങ്ങോട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനെയും കൂട്ടി വന്നിട്ട് നമ്മുടെ ലൈവൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് കൃത്യം 5:30 മണിക്ക് ബയോളജി തുടങ്ങും. 7 7:15 7 ആകുമ്പോൾ നമ്മൾ സോഷ്യൽ സയൻസ് തുടങ്ങും. ഒരു സംശയം വേണ്ട, ഫുൾ അടുപ്പിച്ചിരിക്കും. ഓക്കെ, അത്രയും ഞാൻ കോൺഫിഡൻസ്. A+ ഞങ്ങൾ മിനിമം തരും. 75 മാർക്കിൻ്റെത് മിനിമം ഉണ്ടാവും. എന്തായാലും ഒരു 80% ഉറപ്പാണ്. ഫുൾ ഔട്ട് ഓഫ് ഫുൾ 80 മാർക്കിനും ഇന്നും നാളെയായിട്ട്, നാളെ രാവിലെ 5:00 ഡിസ്കസ് ചെയ്യുന്നതല്ല, അത് വേറൊരു കാര്യം പോലും വരില്ല. അത്രയും ഞങ്ങൾക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റും. ഒരു സംശയം വേണ്ട, പോരാ, ഇങ്ങോട്ട് കയറി പോരാ ഇന്ന് തന്നെ. ഓക്കെ, യെസ്, നിങ്ങൾ മനസ്സിലായല്ലോ. മോണൽ എക്സൽ തൊട്ട് ഒരു ദിവസം. ഓക്കെ, യെസ്, ഫൈൻഡ് ഔട്ട് ദ 4-figure ഗ്രിഡ് ഓഫ് ദ ഫോളോയിങ് ഫീച്ചേഴ്സ്. 4-അക്ക ഗ്രിഡ്. സ്പ്രിംഗ് എന്ന് വെച്ചാൽ 4-അക്ക ഗ്രിഡ് കാണാനാണ് ഇവിടെ പറഞ്ഞത്. 4-അക്കം കാണാൻ പറയുന്നുണ്ട്. ഏതിൻ്റെയൊക്കെയാണ്? സ്പ്രിംഗ് എന്ന് വെച്ചാൽ നീരുറവ എന്നാണ് അർത്ഥം. നീരുറവ എവിടെയാണ്? ഒരു പ്ലസ് ഇവിടെ എവിടെയും കാണാൻ പറ്റുമല്ലോ. ഇതാ പ്ലസ്, ഇവിടെ എങ്ങനെ കാണാൻ പറ്റും? പ്ലസ്. ഓക്കെ, ഇവിടെ ഉണ്ട്. 4-അക്ക ഗ്രിഡാണ്. സെറ്റിൽമെന്റ് എന്ന് വെച്ചാൽ വാസസ്ഥലങ്ങൾ. ഓക്കെ, ഇതൊരു ക്ലസ്റ്റേർഡ് സെറ്റിൽമെന്റ്. ഇവിടെ ഒരുപാട് ഇവിടെ കാണാൻ പറ്റും ക്ലസ്റ്റേർഡ് സെറ്റിൽമെന്റ്. ഇതാ, യെസ്, അടുത്ത സെറ്റിൽമെന്റ് വാസസ്ഥലം. നമ്മുടെ വാസസ്ഥലം എന്ന് എഴുതുന്നുണ്ട്. വാസസ്ഥലം. ഓക്കെ, യെസ്, ഫോർട്ട് എന്ന് വെച്ചാൽ കോട്ട. ഇതിനൊക്കെ 4-അക്ക ഗ്രിഡ് കാണണം. അപ്പോൾ മക്കളെ, ABCD കാണാൻ പറയുന്നുണ്ട്. അപ്പോൾ A ഏതാണ്? A നമ്മുടെ ഇതാണ്. B ഏതാണ്? സെറ്റിൽമെന്റ് ആണ്. C ഇതാണ്. സിമ്പിൾ പരിപാടിയാണ്. നമുക്കിവിടെ ആദ്യം നമ്മുടെ ഇതിൻ്റെത് കാണാം. നമ്മുടെ സ്പ്രിങ്ങിൻ്റെത് കാണാം. 40 ഈസ്റ്റിങ്സ് ആണ് എഴുതേണ്ടത്. ഇവിടെ ഈസ്റ്റിങ്സ് 46 ഉണ്ട്, 47 ഉണ്ട്. കുത്തനുള്ള ലൈൻസ് നമ്മൾ ഈസ്റ്റിങ്സ് എന്ന് പറയും. വിലങ്ങലുള്ള ലൈൻസ് നമ്മൾ നോർത്തിങ്സ് എന്ന് പറയും. 46 47 ഉണ്ട്. ഏതാണ് നമ്മൾ എഴുതേണ്ടതെന്ന് ചോദിച്ചാൽ ഒരു സംശയം വേണ്ട, 46 നമ്മൾ ആദ്യം എഴുതേണ്ടത്. ഇടതുഭാഗത്തുള്ള ഈസ്റ്റിങ്സ്, ഇടതുഭാഗം ഈ ആലോചിക്കുക, അല്ലെങ്കിൽ ചെറിയ ഈസ്റ്റിങ്സ് ഏതാണോ അതാണ് എഴുതേണ്ടത്. അപ്പം ഞാനിത് അവിടെ എഴുതുന്നു. നീരുറവയുടെ 4-figure ഗ്രിഡ് റെഫറൻസ് ആദ്യത്തേത് 46 ആണ്. സാർ, ഇവിടെ രണ്ട് നോർത്തിങ്സും ഉണ്ട്, നോർത്തിങ്സും ഉണ്ടല്ലോ. 78ഉം 79 ഉണ്ടല്ലോ. ഏത് എഴുതണം? ഒരു സംശയം വേണ്ട, താഴെ ഉള്ളത് എഴുതണം, അല്ലെങ്കിൽ ചെറുത് എഴുതണം. 78 എഴുതണം. 70 ശരിയല്ലേ? 2 നോർത്തിങ്സ് ഇല്ലേ? 2 78 ഉണ്ട്, 79 ഉണ്ട്. ഏത് എഴുതണം? 78 എഴുതണം. അപ്പോൾ 46 78 സ്പ്രിങ്ങിൻ്റെത്. ബാക്കിയുള്ളതൊക്കെ എളുപ്പത്തിൽ നമുക്ക് കണ്ടെത്താൻ പറ്റും. ഇതാ ഇവിടെ നോക്കൂ, 47 48 ഉണ്ട്. 47 നമ്മൾ പിടിച്ചു, 78 പിടിച്ചു. അപ്പോൾ 47 78 വാസസ്ഥലത്തിൻ്റെ സെറ്റിൽമെൻറ്റിൻ്റെത്. 47 78. ഓക്കെ, വാസസ്ഥലത്തിൻ്റെ കിട്ടിയിട്ടോ. വാസസ്ഥലത്തിൻ്റെതാണ്. യെസ്, സെറ്റിൽമെൻറ്റിൻ്റെ. അപ്പോൾ കോട്ടയുടേത് എത്രയെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാം. 46 ഉണ്ട്, 47 ഉണ്ട്. 46 നമ്മളുടേത്. നമുക്ക് വേണ്ടത് 46. 76ഉം 77 ഉണ്ട്. അപ്പോൾ 76 താഴെയുള്ളതാണ് വേണ്ടത്. അപ്പോൾ 46 76 ശരിയല്ലേ? യെസ്, കോട്ടയുടേത് 46 76. ഉത്തരം ശരി. ഇത് ശരിയാക്കിയാൽ നമുക്ക് കിട്ടുന്ന മാർക്ക് 3 മാർക്കായിരിക്കാം. സിമ്പിൾ. യെസ്, അടുത്ത ഫൈൻഡ് ഔട്ട് ദ 6-figure ഗ്രിഡ് ഓഫ് ദ ഫോളോയിങ് ഫീച്ചേഴ്സ്. ഇവിടെ തന്ന് ട്യൂബ് വെല്ലാണ്. ട്യൂബ് വെല്ലും വെല്ല് നമുക്ക് എന്തായാലും വെല്ല് ഇതാണ് കേട്ടോ. ഇതാണ് വെല്ലായിട്ട് വന്ന്. ഓക്കെ, വെല്ല് ഇതാണ് കേട്ടോ. ഇതായിപ്പോയതാണ്. ഓക്കെ, യെസ്, ട്യൂബ് വെൽ ഏതാ നിങ്ങൾക്ക് അറിയില്ലേ? ഈ ട്രയാങ്കിൾ, ഇവിടെ കാണുന്ന ഈ ഒരു ട്രയാങ്കിൾ ത്രികോണമാണ് ട്യൂബ് വെല്ലിന് മലയാളം എന്താ? കുഴൽക്കിണർ അല്ലേ? ഓക്കെ, ഞാനിവിടെ കുഴൽക്കിണർ എന്ന് എഴുതുന്നുണ്ട്. കുഴൽക്കിണർ.
ഓക്കെ ഓക്കെ, ഞാൻ ആദ്യം ഈ ട്യൂബ് വെല്ലിൻ്റെ 6 ഫിഗർ 6 ഗ്രിഡ് കാണാൻ പോവാണ്. ബാക്കി നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുക. ഓക്കെ, ഇത് വളരെ എളുപ്പം, ഒരു പണിയില്ല. 47ഉം 48ഉമാണ് നമ്മുടെ ഈസ്റ്റിംഗ് സൈഡിലുള്ളത്. എങ്ങനെയാണോ 4 ഫിഗർ 4 കണ്ടത് അതേപോലെ തന്നെ തുടങ്ങാം. 47 നമ്മൾ എഴുതി, 47 എഴുതി. ഇനിയാണ് അവിടുത്തെ രസകരമായ കാര്യം ഇരിക്കുന്നത്. 47ൻ്റെയും 48ൻ്റെയും ഇടയിലായിട്ട് 10 ഭാഗങ്ങളാക്കി മാറ്റണം. 47ൻ്റെയും 48ൻ്റെയും ഇടയിലായിട്ട് 10 ഭാഗങ്ങളാക്കി മാറ്റണം. ഞാൻ മാറ്റാൻ പോകുന്നു, 10 ഭാഗങ്ങളാക്കാൻ പോകുന്നു. ഓക്കെ, 1 2 സെൻട്രലായിട്ടുണ്ട് 3 4 5 6 7 8 9 10. ഓക്കെ, 10 ഭാഗമാക്കി മാറ്റി. ഏകദേശം കറക്റ്റ് സെൻറ്ററിൽ വരുന്നത് 2 ആണ്. 2 കറക്റ്റ് സെൻറ്ററിൽ വരും. 2 രണ്ടാമത്തെ പോർഷൻ കറക്റ്റ് സെൻറ്ററിലാണ് വരുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് 1 ആയിട്ടോ 3 ആയിട്ടോ തോന്നാം. നിങ്ങൾക്ക് എങ്ങനെയാണോ സ്കെയിൽ വെച്ചിട്ട് ഇതേപോലെ മാർക്ക് ചെയ്യുമ്പോൾ കിട്ടുന്നത് അതാണ് നമ്മൾ എടുക്കേണ്ടത്. 47ൽ നിന്ന് എണ്ണണം, 47ൽ നിന്ന് അങ്ങോട്ട് 48ലേക്ക് എണ്ണണം. അപ്പോൾ നമുക്ക് രണ്ടാമത്തത് കറക്റ്റായിട്ട് കിട്ടി. ഇവിടെ 2 ആണ് കിട്ടുന്നത്. ഞാനിവിടെ 2 എഴുതി, 47 2 എഴുതി. ഓക്കെ, ദെൻ ഇതേപോലെ നമ്മൾ അടുത്ത സ്റ്റെപ്പായിട്ട് ചെയ്യേണ്ടത് ഏതെഴുതണം? 76 ഉണ്ട്, ഇവിടെ 77 ഉണ്ട്. ഏതെഴുതണം? 76 എഴുതണം. 76 ഉണ്ട്, 77 ഉണ്ട്, 76 ഞാൻ എഴുതി. 7 6. അടുത്തത് ഒരു നമ്പറും കൂടി വേണം. ആ നമ്പറാണ് മക്കളെ, ശ്രദ്ധിച്ചോളി. 76ൻ്റെയും 77ൻ്റെയും ഇടയിലായിട്ട് എത്ര ഭാഗമാക്കി മാറ്റണം? 10 ഭാഗങ്ങളാക്കി മാറ്റണം. ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഭാഗം 10 ഭാഗമാക്കി മാറ്റണം. ഇത് 10 ഭാഗമാക്കി മാറ്റാം, നമുക്ക് മാറ്റാം. ഓക്കെ, യെസ്, ഇവിടെയാണ് സെൻറ്റർ വരുന്നത്. സെൻറ്റർ അത് തന്നെ. എനിക്ക് കണ്ണിന് ചെറിയ പ്രശ്നം ഉണ്ടായതുകൊണ്ട് ചില ആൾക്കാർക്ക് അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് കേട്ടോ. 1 2 3 4 5 6 7 8 9 10. ഓക്കെ, കറക്റ്റ് എനിക്ക് തോന്നുന്നു ഒരു 6 ആണ് സെൻറ്ററിൽ വരുന്നത്. 6. ചില ആൾക്കാർക്ക് 5 കിട്ടുമില്ലെന്ന് പറയുന്നില്ല. എൻ്റെ കണ്ണിന് പ്രശ്നമുണ്ട്, കണ്ണിന് അറിയാലോ, പല ആൾക്കാർ സർജറി ഒക്കെ കഴിഞ്ഞ കാര്യം അറിയാം. അതുകൊണ്ട് എനിക്ക് നോക്കുമ്പോൾ എനിക്ക് 6 ആയിട്ടാണ് തോന്നും. ചില ആൾക്കാർക്ക് അത് 5 ആയിട്ടും കിട്ടാറുണ്ട്. ഓക്കെ, എനിക്ക് എന്തായാലും ഇവിടെ തോന്നും. അതുകൊണ്ട് പ്രശ്നമില്ല, ചെറുതായിട്ടൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വെച്ച് മാർക്ക് പോരാ. നിങ്ങൾ സ്കെയിൽ വെച്ച് ചെയ്യുക, ഞാൻ സ്കെയിൽ വെച്ചല്ലേ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ 47ൽ നിന്ന് മുകളിലോട്ട് എണ്ണി നോക്കാം. കറക്റ്റ് വരുന്നത് 6ാമത്തെ ലൈനാണ് സെൻറ്ററിലൂടെ വരുന്നത്. ഏതാണ്? താഴെയുള്ളതെല്ലാം നോക്കേണ്ടത് സെൻറ്റർ മിഡിലൂടെ വരുന്നത് നോക്കാം. മിഡിലാണ് കറക്റ്റ് ചെയ്യേണ്ടത്. സ്കൂളിൽ എങ്ങനെ പഠിപ്പിച്ചാലും മിഡിലാണ് നോക്കേണ്ടത്. ഓക്കെ, സെൻറ്ററിൽ 6 ആണ് വരുന്നത്. അപ്പം 4 7 2 7 6 6. ദിസ് ഈസ് ദ ആൻസർ. ഓക്കെ, യെസ്. ഒന്നങ്ങോട്ടോട് മാറിച്ച് ഒരാൾ ഇപ്പോൾ ഈ 6ന് പകരം ഒരാൾ 5 എഴുതി. തെറ്റാണോ? അല്ല, തെറ്റൊന്നുമില്ല. ശരി കേട്ടോ, മാറ്റമൊന്നുമില്ല കേട്ടോ. ഓക്കെ, ഇതാണ് ആൻസർ എന്നത്. ഫൈൻ. ഇനി നോക്കേണ്ടത് നിങ്ങൾ വെല്ലിൻ്റെ ചെയ്യണം. വെല്ല് നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിലൊന്ന് പറയണ്ട. ഏകദേശം എത്ര വരിക എന്നുള്ളത് കമൻറ്റ് ബോക്സിലൊന്ന് പറയണം കേട്ടോ. ഓക്കെ, യെസ്. നെക്സ്റ്റ് ഒരു ടൈം കാൽക്കുലേഷൻ ആണ്, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ദ ഗ്രീൻവിച്ച് മീൻ ടൈം വെൻ ദ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം ഈസ് 10 AM ഓൺ വെനസ്ഡേ? ഇന്ത്യൻ സമയം 10 AM ആയിരിക്കുമ്പോൾ ഗ്രീൻവിച്ച് രേഖയിലെ സമയം എത്രയാണ്? ഇവിടെ തന്നത് IST ആണ്. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം തന്നു. എത്രയാണ്? 10 AM ആണെന്ന് പറഞ്ഞു. നമ്മളോട് കാണാൻ പറഞ്ഞത് GL എത്രയെന്ന് ചോദിക്കുന്നുണ്ട്. GL എന്ന് വെച്ചാൽ 0 ഡിഗ്രി എത്രയാണെന്നാണ് ചോദ്യം. ഓക്കെ, നോക്കടാ, നമുക്കിത് 0 ഡിഗ്രി ആയിട്ട് കാണാം. ഇതാണ് 0 ഡിഗ്രി ഗ്രീൻവിച്ച്. അത് ആദ്യം തന്നെ അങ്ങ് വരച്ചു. നമ്മളോട് തന്നത് ഏതാ? ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈമാണ്. IST ആണ്. IST അതായത് 82.5 ഡിഗ്രി ഈസ്റ്റ്, 82.5 ഡിഗ്രി കിഴക്ക്. ഇവിടുത്തെ സമയം എത്രയാണ് തന്നത്? ഇവിടുത്തെ സമയം 10 AM ആണ് തന്നത്. 10 AM 10 AM. നിങ്ങളോട് പറഞ്ഞത് ഈ സമയം എത്രയാണെന്ന് കാണാനാണ്. ഏത് സമയം? നമ്മുടെ ഗ്രീനിച്ചിലെ സമയം കാണാൻ പറഞ്ഞു. ഇതാണ് കാണാൻ പറഞ്ഞത്. അപ്പോൾ നമുക്കറിയാം ഇന്ത്യൻ സമയവും ഗ്രീനിച്ചും തമ്മിൽ 5.5 മണിക്കൂറിന് വ്യത്യാസമുണ്ട്. എത്ര മണിക്കൂർ? 5.5 മണിക്കൂർ വ്യത്യാസമുണ്ട്. ഇത് വെസ്റ്റാണ്, ഇത് ഈസ്റ്റാണ്. വെസ്റ്റിലോട്ട് പോകുന്ന ഒരു സമയം കൂടാണ് ചെയ്യുക, കുറയാണ് ചെയ്യുക? കുറയണം, മൈനസ് ചെയ്യണം. അപ്പോൾ 5.5 മണിക്കൂർ കുറയ്ക്കണം. 10 AM-നോട് 5.5 മണിക്കൂർ കുറയ്ക്കണം. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഉത്തരം കിട്ടും. 10 AM-നോട് 5 കുറച്ചാൽ 5:30 എന്ന് എഴുതും. ഒരേറ്റായിട്ട് കണ്ടു കൊടുക്കണം. അതങ്ങ് തെറ്റി. അടിപൊളി. 10 AM-നോട് 5 കുറയ്ക്കുമ്പോൾ 10-നോട് 5 ആദ്യം കുറയ്ക്കുക. അപ്പോൾ 5 മണിയായി. 5-നോട് അര കുറയ്ക്കുമ്പം 5:30 തന്നെയല്ലേ? എല്ലോ ചെങ്ങായിമാരെ, 5-നോട് അര കുറച്ചാൽ പിന്നെ 4:30 ഉത്തരം. എത്രയാ? 4:30. അപ്പോൾ നമുക്ക് കിട്ടും 4:30 AM. 4:30. 12 മണി ക്രോസ് ചെയ്താൽ മാത്രമേ AM എന്തായി മാറുള്ളൂ? PM ആയിട്ട് മാറുള്ളൂ. ഇതേ ചോദ്യമാണ് കഴിഞ്ഞ വർഷം ഫൈനൽ എക്സാമിന് ഇതേ മോഡലാണ് ചോദിച്ചത്. രാത്രി 12 മണിയാണ് ഗ്രീനിച്ചിൽ. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇന്ത്യൻ സമയം എത്രയാണ്? നേരെ തിരിച്ച് നമ്മുടെ 0 ഡിഗ്രി തന്നിട്ട് ഇന്ത്യൻ സമയം കാണാൻ പറഞ്ഞു. +5:30 ചെയ്യണം. എത്ര ചെയ്യണം? +5:30 ചെയ്യണം. ഇതേ ഉള്ളൂ. ഇത്രയേ ഉള്ളൂ പരിപാടി. അത്രയും സിമ്പിൾ ആണെന്നാണ് ഇവിടെ പറഞ്ഞത്. ഓക്കെ, തെറ്റിക്കരുത്. ഇന്ത്യൻ സമയം തന്നിട്ട് ഗ്രീനിച്ച് കാണാൻ പറഞ്ഞാൽ മൈനസ് ചെയ്യണം.
അതേപോലെ ഗണിച്ചു തന്നിട്ട് ഇന്ത്യൻ സമയം കാണാൻ പറഞ്ഞാൽ പ്ലസ് ചെയ്യണം. ബസ് കഴിഞ്ഞു, കൊല്ലു ഖലാസ്. ഓക്കെ, യെസ്. ഇനി ഇതല്ലാതെ വേറെ രീതി ചോദിച്ചാലോ? ഇത് ഇങ്ങനെയും ചോദിക്കാറുണ്ട്. ഇവിടെ 0 ഡിഗ്രി നിങ്ങളോട് തന്നിട്ട് ഡിഗ്രി 0 ഡിഗ്രിയും 10 AM 10 AM ആരോ കൂടോത്രം ചെയ്തിട്ടുണ്ട്. ഓക്കെ, യെസ്, 0 ഡിഗ്രിയിൽ 10 AM ആണെന്ന് പറഞ്ഞു. ഓക്കെ, കാണാൻ പറഞ്ഞത് 90 ഡിഗ്രി വെസ്റ്റ്. അപ്പോൾ വെസ്റ്റിൽ ഞാൻ വെസ്റ്റ് ഭാഗം പടിഞ്ഞാറ് ഭാഗത്ത് ഞാൻ എന്ത് ചെയ്യുന്നു? 90 ഡിഗ്രി പടിഞ്ഞാറ്. ഇവിടെ ഞാൻ 90 എന്ന് മാർക്ക് ചെയ്തു. ഓക്കെ, 90 എന്ന് മാർക്ക്. ലിസൺ, അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് 0 ഡിഗ്രിയും 90 തമ്മിൽ എത്ര മണിക്കൂർ വ്യത്യാസമുണ്ട്? 0 ഡിഗ്രിയും 90 തമ്മിൽ എത്ര മണിക്കൂർ വ്യത്യാസം കണ്ടെത്താൻ വളരെ എളുപ്പമാണ്. 90 15ന്റെ മൾട്ടിപ്പിൾ ആണോ? ആണ്. 15 ഡിഗ്രി എന്ന് വെച്ചാൽ 1 മണിക്കൂറാണെന്ന് എല്ലാവർക്കും അറിയാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. 1 ഡിഗ്രി എന്ന് വെച്ചാൽ 4 മിനിറ്റ് ആണെന്നും എല്ലാവർക്കും അറിയാം. അപ്പോൾ 15 ഡിഗ്രി വെച്ചൊന്ന് കൂട്ടി നോക്ക്. 30 ഡിഗ്രി ആകുമ്പോൾ 2 മണിക്കൂർ, 45 ആകുമ്പോൾ 3 മണിക്കൂർ, 60 ആകുമ്പോൾ എഴുതിത്തരാം 15 ആകുമ്പോൾ 1 മണിക്കൂർ, 30 ആകുമ്പോൾ 2 മണിക്കൂർ, 45 ആകുമ്പോൾ 3 മണിക്കൂർ, 60 ആകുമ്പോൾ 4 മണിക്കൂർ, 75 ആകുമ്പോൾ 5 മണിക്കൂർ, 90 ആകുമ്പോൾ 6 മണിക്കൂർ, 105 ആകുമ്പോൾ 7 മണിക്കൂർ, 120 ആകുമ്പോൾ എത്രയാ? 8 മണിക്കൂർ. ഇതല്ലേ വരിക. പിന്നെ 135 ആകുമ്പോൾ 9 മണിക്കൂർ, 150 ആകുമ്പോൾ 10 മണിക്കൂർ വ്യത്യാസം. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് ഇവിടെ നമുക്ക് 0 ഡിഗ്രിയിൽ നിന്ന് 90 ഡിഗ്രിയിലേക്കാണ്. 90 ഡിഗ്രിയുടെ വ്യത്യാസം. 90 ഡിഗ്രിയുടെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ എത്ര മണിക്കൂർ വ്യത്യാസം? 90 എന്ന് പറഞ്ഞാൽ 6 മണിക്കൂർ വ്യത്യാസം. എത്ര മണിക്കൂർ വ്യത്യാസം? 6 മണിക്കൂർ വ്യത്യാസം. 6 മണിക്കൂർ വ്യത്യാസം. ലിസൺ, അടുത്ത് നമ്മൾ നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ 90 ഡിഗ്രി സീക്വൽ 90 ഡിഗ്രി സീക്വൽ ടു 6 hours ഡിഫറൻസ് നമ്മൾ പറഞ്ഞു. ഓക്കെ, അത് കിട്ടി. അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഇത് വെസ്റ്റ് ആണോ ഈസ്റ്റ് ആണോ നമ്മൾ നോക്കേണ്ടത്? ഇത് വെസ്റ്റ് ആണ്, പടിഞ്ഞാറാണ്. സമയം കുറയണം. അപ്പോൾ ഈ തന്നിരിക്കുന്ന ടൈമിനോട് 6 മണിക്കൂർ കുറയ്ക്കണം. 10നോട് 6 കുറച്ചാൽ എല്ലാവർക്കും അറിയാം 4 AM. 4 AM. സാർ AM എന്താ PM ആവാത്ത? എടാ 12 മണി ക്രോസ് ചെയ്താൽ മാത്രമേ AM PM ആവുള്ളൂ. രാവിലെ 10 മണി, അവിടുന്ന് 6 മണിക്കൂർ പിറകോട്ട് പോയാൽ 9 മണി, 8 മണി, 7 മണി, 6 മണി, അതുപോലെ 5 മണി, 4 മണി, 6 മണിക്കൂറായി. യെസ്, 4 AM ഈസ് ആൻസർ. ശരി ഉത്തരം. ദെൻ നമ്മൾ അടുത്തത് കാണാൻ പറഞ്ഞത് 120 ഡിഗ്രി 120 ഡിഗ്രി ഈസ്റ്റ് ആണ് കാണാൻ പറഞ്ഞത്. 120 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 8 മണിക്കൂർ വ്യത്യാസമാണ്. 2 ലൈൻ തമ്മിൽ 8 മണിക്കൂർ വ്യത്യാസമുണ്ട്. കിഴക്കോട്ടാണ്, ഈസ്റ്റിലോട്ടാണ്, കിഴക്കോട്ടാണ്. സമയം കൂട്ടണം. അപ്പം നമ്മൾ 10 AM 8 മണിക്കൂർ കൂട്ടണം. 10നോട് 8 കൂട്ടിയാൽ 18 ആണ് സാറേ. 18 റെയിൽവേ ടൈം കാണിച്ചാൽ കണ്ടെത്താൻ എളുപ്പമാണ്. 6 മണിയാണ് 18 എന്ന് വെച്ചാൽ. സംശയമുള്ളവർ നോക്കേ, 10 മണിയാണ് 11 12. അപ്പോൾ AM എന്തായി മാറി? PM ആകാൻ പോകുന്നു. 1 2 3. ഓക്കെ, 4 5 6. എത്രണ്ണം മടങ്ങി? 8 എണ്ണം മടങ്ങിയില്ലേ? 8 മണിക്കൂറുള്ള വ്യത്യാസം 8 എണ്ണം മടങ്ങി. അപ്പം നോക്കടാ, 120 ഡിഗ്രിയിൽ ഇതാ 6 മണിയാണ്. എത്ര മണി? 6 PM. 6 PM 6 PM 4 AM. ദിസ് ഈസ് ദ ആൻസർ. ഇങ്ങനെ അങ്ങ് എഴുതിക്കോളാം. ഇങ്ങനെ ഇത് വരച്ചിട്ട് ഇങ്ങനെ ചെയ്ത ശേഷം 90 ഡിഗ്രി വെസ്റ്റിൽ എത്രയാ? 4 AM എന്നും 120 ഡിഗ്രി ഈസ്റ്റിൽ 6 PM എന്നും എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന മാർക്ക് ഒരു പക്ഷേ 5 മാർക്കായിരിക്കാം. എനിക്കിപ്പോൾ ഇത്രേ പറയാനുള്ളൂ. പിക്ചർ അഭി ബാക്കി ഹേ. വെരി 5:30 ബയോളജി, 5:30 ബയോളജിയും അതുപോലെ ബാക്കി അങ്ങോട്ട് സോഷ്യൽ സയൻസിന് മഹാമാങ്കം എന്ന് വേണമെങ്കിൽ പറയാം. ആറാടും ഒരു സംശയവും വേണ്ട. ഓക്കെ, പൊളിച്ചടിക്കിയിട്ട് എല്ലാ കൺസെപ്റ്റും ക്ലിയർ ആക്കിയിട്ട് നിങ്ങളെ വിടുള്ളൂ. അതിൽ നിന്ന് ചോദ്യം ചോദിക്കും, അത് മാത്രം പഠിച്ചാലും മതി. നിങ്ങളുടെ മൊത്തം പുസ്തകം ഒരൊറ്റ രാത്രി കൊണ്ട് ഒരു 4 മണിക്കൂർ 4.5 മണിക്കൂർ കൊണ്ട് എടുത്ത് തീർക്കുന്നത് നിങ്ങൾക്ക് ഇങ്ങനെ ആസ്വദിച്ച് കാണാൻ പറ്റും. 4 പുസ്തകങ്ങൾ 4 ബുക്കുകൾ 4 മണിക്കൂർ കൊണ്ട് ടക്കേ എന്ന് വെച്ച് തീർന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. അത്രയും പ്രിപ്പയർ ചെയ്തിട്ടാണ് ഞാനും അജ്സൽ സാറും വരുന്നത്. വേറെ എവിടെയും പോകണ്ട, അത് മാത്രം മതി. അല്ലെങ്കിൽ ഞങ്ങൾ ഈ പണി നിർത്തി ഞങ്ങൾ അത്ര ഗ്യാരണ്ടിയിലാണ്. ഇങ്ങോട്ട് പോരുണ്ട്, ഒരു രക്ഷയില്ലാത്ത ക്ലാസ് ആയിരിക്കും. നിങ്ങളുടെ ഫ്രണ്ട്സിനെയും കൂട്ടിക്കൊണ്ട് പോരേണ്ടി ഒന്നും നോക്കണ്ട, അത്രയും ഗ്യാരണ്ടിയിലാണ്. അതേ സ്ലൈഡുകൾ നിങ്ങൾക്ക് കിട്ടും. നാളെ രാവിലെയും കൂടെ വരിക, ബൂസ്റ്ററും കാണാൻ പോവാം. അത് മാത്രം മതി. രാത്രി ഒരു 12 മണി വരെ ക്ലാസ് ഉണ്ട്. അത് മാത്രമേ പ്രശ്നമുള്ളൂ. കാരണം 4 മണിക്കൂർ വേണം. ബയോളജി ഉണ്ട്, സോഷ്യലും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് രണ്ടും കഴിഞ്ഞിട്ടേ നിങ്ങൾ പോകാൻ പാടുള്ളൂ. കുറച്ച് ക്ഷമയോടുകൂടി കാത്തുവെക്കാം. ഓക്കെ, ഡാറ്റയൊക്കെ റീചാർജ് ചെയ്ത് വെക്കാം, ചാർജിലൊക്കെ ഇട്ട് വെക്കാം. ഓക്കെ, സീരിയസ് ആയിട്ട് ഇന്ന് പഠിക്കാം. നമ്മൾ ഫുൾ മാർക്ക് അല്ലെ ഫുൾ A+ മേടിച്ച് അടങ്ങും. ഓക്കെ, ഏകനുണ്ട് കൂടെ മക്കളെ ബയോളജിയും സോഷ്യൽ സയൻസുമായിട്ട് വരുന്നു. താങ്ക് യു, ബൈ, സി യു. നല്ല പോലെ പഠിക്കാം, വൈകാതെ കാണാം കേട്ടോ. ഓക്കെ, ബൈ.